ഇന്ന് നമ്മൾ ഒരു ടോപ്പാണ് തയ്ക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് തയ്ച്ച് പഠിക്കുന്നവരൊക്കെ കുറച്ച് വിലക്കുറവായിട്ടുള്ള തുണികൾ നമുക്ക് മാർക്കറ്റിൽ നിറയെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ തുണികൾ വാങ്ങിച്ചിട്ട് പഠിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നാൽ കൂടിയിട്ട് നമുക്ക് വലിയ നഷ്ടം വരാനില്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നോക്കി തയ്ക്കുന്നവർ ആദ്യമായിട്ട് നമുക്ക് ഈ മാർക്കറ്റിൽ നിറയെ നൈറ്റി തുണികൾ കിട്ടും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നൈറ്റി തുണികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നൈറ്റി തുണികൾ 3 മീറ്ററിലൊക്കെ കിട്ടും. കുറച്ച് അല്പം വിലക്കുറവിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ കൂടുതൽ വിലയായിരിക്കും. ഇതുപോലെ നൈറ്റി തുണികൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചുരിദാർ ടോപ്പൊക്കെ ഇതുപോലെ അടിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിലിടാൻ ഉപയോഗിക്കാവുന്ന, അത്യാവശ്യം ഒന്ന് കടയ്ക്ക് പോകാനോ ഒന്ന് പുറത്ത് പോകാനോ ഒക്കെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കും. നമ്മുടെ ചൂടിന് നല്ല തുണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ 2 വാങ്ങിച്ചിട്ടുണ്ട്. അകത്ത് ഒന്ന് ടോപ്പിന് ഒന്ന് പാൻറ്റിന് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യമായിട്ടുള്ള ഈ തുണീനെ നീളത്തിൽ വെക്കുക. നീളത്തിൽ വെച്ചതിന് ശേഷം 2 ആക്കുക. അതായത് നമുക്ക് എത്ര നീളം വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെക്കുക കേട്ടോ. ഇങ്ങനെ 2 ആക്കി വെക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. ഒന്ന് നീളവും ഒന്ന് വീതിയും കേട്ടോ. ഇങ്ങനെ മടക്കുമ്പോൾ അത് മേലെ ഇതുപോലെ ഓപ്പൺ ആകും. 4 ഇതുപോലെ കാണും കേട്ടോ. കേട്ടോ, നമ്മൾ നീളത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ ഒന്നുകൂടെ മടക്കുമ്പോൾ ആ ഭാഗം നമുക്ക് 4 പീസായിട്ട് കാണണം കേട്ടോ. ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഞാൻ ചെയ്യുന്നത് ഒരു 38 സൈസിലുള്ള ഒരാൾക്കാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അളവെടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ഒരു 3 ഇഞ്ച് നെക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. 7 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൻ്റെ നെക്കും കൊടുത്തിട്ട് ഷോൾഡർ 4 ഇഞ്ചുമാണ് കേട്ടോ. കണ്ടോ, ഞാൻ മാർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? 38 ഒരാൾക്ക് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം 3 അടയാളപ്പെടുത്തുക. 3 ഇഞ്ച് കേട്ടോ, സെൻറ്റിമീറ്റർ അല്ല, ഇഞ്ച്. അവിടെ ആ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നെക്ക് വെട്ടരുത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര നെക്കൊക്കെ വെട്ടി വൃത്തികേടാക്കാൻ പറ്റുന്ന ഒരിതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നെക്ക് വെട്ടരുത്. നിങ്ങൾ ക്യാൻവാസ് വെച്ച് തിരിക്കുമ്പോൾ നെക്ക് വെട്ടരുത്. നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് മാത്രം വയ്ക്കുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോള് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതാ കണ്ടോ, 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് 38ൻ്റെ 4/1 ഭാഗം എടുക്കുക. 38ൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9.5 ഇഞ്ച് വരും. 9.5 ഇഞ്ചിൻ്റെ കൂടെ ആദ്യമായിട്ട് തയ്ക്കുന്നവർ എപ്പോഴും 2 ഇഞ്ചോളം നമ്മൾ സ്റ്റിച്ചിങ്ങിന് അലവൻസ് വിടുമല്ലോ, നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വിട്ടേക്കുന്ന ആ 2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ, ആം ഹോളിൻ്റെ ആ ഭാഗത്ത്. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഹിപ്പിൻ്റെ അവിടെ നമ്മുടെ വേസ്റ്റ് അളവുണ്ടല്ലോ, അത് 36 ഇഞ്ചുണ്ട്. 36 ഇഞ്ച് ആകുമ്പോൾ അതിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി വിടണം കേട്ടോ. അപ്പോൾ 9 + 2 ഇഞ്ച്, അപ്പോൾ 11 ഇഞ്ച് വരും കേട്ടോ. മുകളിൽ നിന്നിട്ട് 14 ഇഞ്ചാണ് താഴോട്ട് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് നോക്കണം കേട്ടോ. മുകളിൽ നിന്നിട്ട് താഴോട്ട് വേസ്റ്റ് അളവ് 14. അതുപോലെ നമ്മൾക്ക് സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുമല്ലോ, ആ ഭാഗത്തേക്ക് 20 ഇഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. 20ഓ 19ഓ നിങ്ങൾ എങ്ങനെയാണ് ഹൈറ്റിനനുസരിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ 38 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 9.5 + 11. ഏകദേശം എല്ലാ ആളുകൾക്കും നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് തന്നെയായിരിക്കും ഹിപ്പിൻ്റെ അളവും. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കുറച്ച് ഡിക്കി കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ കൊടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ അതേ അളവ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ചിലർ കുറച്ച് തടിയുള്ള കൂട്ടത്തിലായിരിക്കും, ചിലർ കുറച്ച് മെലിഞ്ഞ ശരീരമായിരിക്കും. അതേ ചെസ്റ്റിൻ്റെ അളവ് തന്നെയായിരിക്കും നമുക്ക് മാക്സിമം. എന്താ പറയുക, ഈ ഹിപ്പിൻ്റെ ഈ സ്ലിറ്റൊക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ബട്ടക്സിൻ്റെ ചുറ്റളവ്, അവിടുത്തെ ഏകദേശം അതേ അളവ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ എടുത്താൽ മതി. അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തോളൂ. നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ 4 പീസിൽ നമുക്ക് 1 1 1 1 1 അങ്ങനെ 4 ഇഞ്ചോളം കൂടും. അതായത് ഇപ്പുറത്ത് 2 ഇഞ്ചും കൂടും, അപ്പുറത്ത് 2 ഇഞ്ചും കൂടും കേട്ടോ. എന്നിട്ട് നമ്മൾ എത്ര നീളം വേണം വെച്ചാൽ ആ നീളത്തിനനുസരിച്ച് അടിയിലൊന്ന് മടക്കി വിടുക. ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ അടയാളപ്പെടുത്തുക, മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഹൈറ്റ് നീളം വേണം വെച്ചാൽ ടോപ്പിൻ്റെ നീളം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഈ നൈറ്റി തുണിയൊക്കെ എടുക്കുമ്പോൾ ഇഷ്ടംമാതിരി അങ്ങോട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് കൊടുക്കുക കേട്ടോ.
നമ്മൾ നെക്ക് വെട്ടരുത്. നെക്ക് ജസ്റ്റ് ആ 3 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തിരിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ബാക്കും ഫ്രണ്ടും വെട്ടണ്ട. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് നെക്ക് വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ നെക്ക് ആം ഹോളൊക്കെ വെട്ടാനായിരിക്കും അധികം ബുദ്ധിമുട്ട്. അപ്പോൾ ഈ 38 ഉള്ള ആളുകൾ ഇഞ്ച് അല്ലെങ്കിൽ 36 ഇഞ്ചോ 45 എങ്ങനെ വെട്ടുകയാണെങ്കിലും നെക്ക് ആദ്യം വെട്ടാതെ 3 ഇഞ്ചോ 2.5 ഇഞ്ചോ ഇപ്പോൾ 36 ഒരാൾക്കാണെങ്കിൽ ഒരു 2.25 ഇഞ്ചൊക്കെ നമുക്ക് നെക്ക് മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആം ഹോൾ 7.5 എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് ഞാൻ എപ്പോഴും കണ്ടോ ഒരു 1/2 ഇഞ്ച് ചരിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 3 ഇഞ്ച് അവിടെ കിടക്കട്ടെ. നമ്മൾ ലാസ്റ്റ് ക്യാൻവാസിലും വെട്ടിയിട്ട് അത് വെട്ടിയാൽ മതി കേട്ടോ നെക്ക്. അപ്പം നമുക്ക് ഈസി ആയിട്ട് നെക്ക് തിരിക്കാൻ പറ്റും. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ചരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ 4 പീസ് ഉണ്ട് കേട്ടോ. അതിൽ നോക്കണേ, ഫ്രണ്ടും ബാക്കും ഒരുപോലെ അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ ഇത് കണ്ടോ ക്യാൻവാസ് പേപ്പർ, ഇതുപോലെ നമുക്ക് പേപ്പർ ക്യാൻവാസ് കിട്ടുമല്ലോ. അപ്പോൾ അതിലാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും ഇതിൽ വെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാൻവാസ് ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ 3 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക കേട്ടോ. അതിൽ തുണിയിൽ പിടിപ്പിക്കാനുള്ള ആ തുണിയാണ് കേട്ടോ. എന്നിട്ട് താഴോട്ട് ഞാൻ ചെറിയൊരു നെക്ക് വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 7.5 ഇഞ്ച് നെക്ക് നീളം എടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 38 ഒരാളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വി ഷേപ്പ് കൊടുക്കാനുള്ള നെക്കാണ്. ബാക്കി 4 ഇഞ്ച് ഞാൻ താഴോട്ട് ഒരു വി ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് വരുമ്പോഴാണ് എക്സ്ട്രാ 7 ഇഞ്ചൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 6, 5.5 അങ്ങനെയൊക്കെ മതിയാവും കേട്ടോ. ഇത് നമ്മളത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. 3 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ വേണം കേട്ടോ. അത് നമ്മൾ തുണിയിൽ പിടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ് കണ്ടോ. ഇതുപോലെ 1 ഇഞ്ചാണ്. നമ്മൾ ഈ പെൻസിലിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇടിച്ച് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അപ്പം നമ്മൾ താഴെ മാർക്ക് ചെയ്യണമെന്നില്ല, ഞാൻ വെറുതെ ഒന്ന് വരച്ച് കാണിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഈ ഡീച്ചിൻ്റെ ആ പൗഡർ അപ്പുറത്ത് ഒട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെക്കുക. പെട്ടെന്ന് നമുക്ക് വേറൊരു ഇതിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പീസിലും ഇത് നെക്ക് വേണമല്ലോ. അപ്പോൾ അതിന് ഇതുപോലെ ഒരു 3 ഇഞ്ച് ലെങ്ത്തും അതുപോലെ ഒരു ഇഞ്ച് എക്സ്ട്രായും കൊടുക്കുക കേട്ടോ. തുണിയിൽ പിടിപ്പിക്കാനായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു വര വരയ്ക്കുക. ഞാൻ ബാക്ക് നെക്കിന് ഞാൻ 3 ഇഞ്ച് ആഴവും അതുപോലെ എന്താ പറയുക സൈഡിൽ 1 ഇഞ്ചും കൊടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് കൊടുക്കുക. ഞാൻ കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ് കേട്ടോ. നിങ്ങൾക്ക് 1/2 ഇഞ്ച് മുതൽ കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ ക്യാൻവാസിനെ ഒന്ന് തിരിച്ചിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്തില്ല, നമ്മളൊന്ന് കൊട്ടി കൊടുക്കുമ്പോൾ ഈ പൗഡർ അപ്പുറത്ത് തെറിക്കുമ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. പെൻസിലാവുമ്പോൾ അത് നമുക്ക് നേരെ കാണില്ല. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത ബാക്കി തുണികളുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൽ ഈ ഭാഗത്തേക്ക് നമുക്ക് സ്ലീവ് കിട്ടും. അപ്പോൾ 16 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 16 ഇഞ്ചാണ് കറക്റ്റ് എൻ്റെ അളവ്. അപ്പോൾ കുറച്ചും കൂടി അളവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കണ്ട. അല്ലെങ്കിൽ വേറെ ഈ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എക്സ്ട്രാ ഒരു പീസ് കൊടുക്കേണ്ടതായി. ഞാൻ പീസ് കൊടുക്കാതിരിക്കാനാണ് ഇങ്ങനൊരു സ്ലീവ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ സ്ലീവ് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ എത്ര എടുത്തിരിക്കുന്നത് 7.5 പ്ലസ് 2 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് അലവൻസും ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും അതേപോലെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാൻ നീളം 16 പക്ഷേ എനിക്ക് ഉള്ളിൽ വെക്കാൻ തുണിയില്ല. അതുകൊണ്ട് ഉള്ളിലേക്ക് ഞാൻ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചോളം തുണി ഞാൻ അകത്തേക്ക് ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കുറവ് ഇറക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിരിക്കും. ഞാൻ കുറച്ച് കൂടുതൽ ഇറക്കുന്നുണ്ട് എനിക്ക് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് കൊടുക്കുക. 16 ഇഞ്ച് നീളവും നമ്മുടെ കണ്ടോ
5 ഇഞ്ച് ചുറ്റളവും കൈയിൻ്റെ ചുറ്റളവും മേൽഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് താഴോട്ട് ഇറക്കി മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് താഴോട്ട് ഇറക്കി മാർക്ക് ചെയ്യുക. ആ കൈക്കുഴി വരുന്ന ഭാഗമുണ്ടല്ലോ അത് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ കൈയിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ആം ഹോൾ എടുത്തിട്ടുണ്ടല്ലോ 7.5 + 2, അതേപോലെ ഇതിൽ ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൈ കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ആവും. ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടുക. കുഴിച്ച് വെട്ടാൻ അറിയാത്തവർക്ക് ഇപ്പോൾ സ്കെയിലൊക്കെ വരുന്നുണ്ടോ, അതിൻ്റെ ആം ഹോളിൻ്റെ കർവ് ലൈനൊക്കെ വരുന്ന എല്ലാ ടൂൾസും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ എസ് ആകൃതിയിൽ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക. കറക്റ്റ് എഡ്ജിൽ നിന്ന് വെട്ടരുത്, കുറച്ച് വിട്ടിട്ട് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി വിട്ടിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ എടുക്കുക കേട്ടോ. അടിവണ്ണം ഞാൻ 5 ഇഞ്ചും ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് ലൂസ് വരുന്ന പോലെ അടിയിൽ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലീവ് വെട്ടിയെടുക്കുക. അടിയിൽ ഞാൻ ഒരു 1.5 ഇഞ്ചിൻ്റെ ബിറ്റ് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് കൈയുടെ ലെങ്ത്ത് കുറച്ചുകൂടി വേണം, അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ 2 കൈയിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം 2 കൈകളും ഇങ്ങനെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ഒരു നല്ല വശത്തിൻ്റെ മേലെ മറ്റേ നല്ല വശവും വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോളിൻ്റെ ആ കുഴി ഉണ്ടല്ലോ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. നമുക്കിങ്ങനെ കൈ നല്ല തൂക്കാനൊക്കെ ഫ്രീ ആയിട്ടിരിക്കും. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് അത് വെട്ടിയെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ വരും കൈ, കണ്ടോ ഇതുപോലെ വരും. എന്നിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുക കേട്ടോ. ബാക്കി തുണിയുണ്ട് കേട്ടോ, കുറച്ച് തുണികളൊക്കെ ഉണ്ട്. എക്സ്ട്രാ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ കൈ വണ്ണമാണെങ്കിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 തുണി നമ്മൾ ക്യാൻവാസ് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ക്യാൻവാസിൽ നമ്മൾ ഒട്ടിക്കണമല്ലോ, അയൺ ചെയ്ത് ഒട്ടിക്കുക. ഒരു സൈഡ് പശ ഉണ്ടാവും, ആ പശ വെച്ചിട്ട് ആ വരുന്ന ഭാഗം അയൺ ബോക്സ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 നെക്കിൻ്റെ ക്യാൻവാസുകൾ 2 തുണിയിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തതിലാണ് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ഒന്നും അല്ല, അതുകൊണ്ടാണ് ഈ 2 വീഡിയോയും കൂടി ആകുമ്പോൾ ഓവർ ലെങ്ത്താണ്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തതിലിടുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ആ വീഡിയോ ഉണ്ടാവും.